യെസ് മക്കളെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാടാ? നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്, അല്ലെ? പൂച്ചകളെ വരക്കുന്ന ഒരു ആൺകുട്ടി. ഇവന്റെ കഥയാണ് നമുക്ക് ഇനി രണ്ടാമത് പഠിക്കാനുള്ളത്. എന്ത് രസകര കഥകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അല്ലെ? നല്ല ഭംഗിയുള്ള, നല്ല രസകരമായിട്ടുള്ള ചെറിയ ചെറിയ കഥകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് ഇതൊരു ഫോക്ക് ടെയിലാണ്. ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടോടി കഥയാണ് കേട്ടോ. ഇത് ജാപ്പനീസ് നാടോടി കഥയാണ്. ജപ്പാനിലെ എന്താണ് അവിടുത്തെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ തന്റെ കൊച്ചുമക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന കഥയാണ്. അവര് അപ്പൂപ്പന്മാരായി കഴിയുമ്പോൾ അവരുടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന കഥയാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് തലമുറകളോളം ഇങ്ങനെ മറിഞ്ഞ് വരുന്ന കഥകളാണ് ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഫോക്ക് ടെയിലാണ് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് കേട്ടോ. എന്താണ് ഈ കഥ? The Boy Who Drew Cats is a Japanese folktale about a boy who loves drawing cats. His parents send him to a temple to train as a priest, but he can't focus on his studies and spends time drawing cats. അപ്പോ ഇത്രയുള്ള കഥ നിങ്ങൾക്ക് അറിയാം. എന്താണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ജാപ്പനീസ് ആൺകുട്ടിയുടെ കഥയാണ്. ചെറിയ കുട്ടിയാണ്. അവനെ അച്ഛനമ്മമാരെ എവിടേക്കാണ് പറഞ്ഞേക്കുന്നത്? കഠിനമായ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവനെ പിടിച്ചിട്ട് ഒരു പൂജാരിയാക്കാൻ വേണ്ടി അമ്പലത്തിൽ കൊണ്ടുപോയാക്കുകയാണ്. അപ്പൊ അവിടുത്തെ മുഖ്യ പൂജാരിയായിട്ടുള്ള ആള് ഇവനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നു, അക്വലൈറ്റ് ആയിട്ട് സ്വീകരിക്കുന്നു. പക്ഷെ ഇവനൊരു സ്വഭാവമുണ്ട്. എന്താണ്? ഹി കാൺട്ട് ഫോക്കസ് ഓൺ ഹിസ് സ്റ്റഡീസ് ആൻഡ് സ്പെൻസ് ഹിസ് ടൈം ഡ്രോയിങ് കാറ്റ്സ്. ആകപ്പാടെ കുഴപ്പമാണ്. എന്താണ്? എപ്പോഴും പൂച്ചനെ വരച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഏത് സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് ചെമരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി പൂച്ചനെ വരക്കും. ഇതാണ് ഇവന്റെ കുഴപ്പം. അപ്പൊ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദ ഹെഡ് പ്രീസ്റ്റ് അഡ്വൈസസ് ഹിം ടു പെർസ്യൂ എ ഡിഫറെന്റ് പാത്ത് ആൻഡ് വാണ്ട്സ് ഹിം ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവൻ പൂച്ചനെ വരക്കണോണ്ട് അവിടുത്തെ ഹെഡ് പ്രീസ്റ്റിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മോനെ പൊക്കോ, ഇവിടെ നിന്ന് പൊക്കോ, നിന്നെ കൊണ്ട് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, നീ വേണമെങ്കിൽ പോയിട്ട് പടം വരച്ച വലിയ ആളായിക്കോ, പക്ഷെ നീ ഒരിക്കലും പൂജാരി ആവാൻ പോണില്ല എന്നും പറഞ്ഞു വിടും കേട്ടാ. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവൻ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ ഒരു ഉപദേശം കൊടുക്കും. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. നീ എവിടെയെങ്കിലും രാത്രി കിടക്കുന്നുണ്ടെങ്കിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലത്ത് കിടന്നുറങ്ങുക കേട്ടോ. ഇതാണ് കൊടുക്കുന്ന ഉപദേശം. He takes shelter in an abandoned temple where he draws cats on the wall. During the night, a goblin appears, but his drawings come to life and defeat it. അവനൊരു അബാൻഡൻ ടെമ്പിളിൽ പോയി, അതായത് ഉപേക്ഷിക്കപ്പെട്ട ഒരു അമ്പലത്തിൽ കയറി കിടക്കും. പക്ഷെ രാത്രി അവൻ ആ ഉപദേശം ഓർക്കുന്നതുകൊണ്ട് ചെറിയൊരു മുറി കയറി കിടക്കും. അതിനു മുന്നേ അവനൊരു പണി ചെയ്യും. അവന്റെ പണി എന്താണ്? പൂച്ചനെ വരക്കലല്ലേ. ആ അമ്പലത്തിൽ വലിയ വലിയ പൂച്ചനെയൊക്കെ ചുമരിലും നിലത്തും എല്ലായിടത്തും വരച്ചു വെക്കും. രാത്രി അവിടെ ഒരു ഗോബ്ലിൻ വരും. ആരാണ് ഗോബ്ലിൻ? കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ വന്നു കഴിയുമ്പോൾ പിന്നെ നടക്കുന്നത് അവിടെ വലിയൊരു യുദ്ധമാണ്. കാരണം എന്താണ്? ഇവൻ വരച്ച ആ കാറ്റ്സ് എല്ലാം ജീവൻ വെച്ച് വരും. എന്നിട്ട് ഈ കുട്ടിച്ചാത്തനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ആ ഫൈറ്റിൽ കുട്ടിച്ചാത്തനെ അവർ കൊന്നുകളയും. അങ്ങനെ അവൻ രക്ഷപ്പെടും. The boy realizes that his passion for drawing saved him, highlighting the power of following one's true calling. അപ്പൊ അവൻ ഇത് പിറ്റേ ദിവസം കാണുകയാണ്. അപ്പൊ എന്താണ്? അവനൊരു കാര്യം മനസ്സിലാക്കിയാണ്, തന്റെ പൂച്ചകളാണ് ആ ഗോബ്ലിനെ കൊന്നതെന്നുള്ള കാര്യം അവന് മനസ്സിലാകും. അങ്ങനെ ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളുടെ ട്രൂ പാഷൻ, നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആഗ്രഹം, യഥാർത്ഥ അഭിലാഷം, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താണ് നമ്മൾ ആയിത്തീരാൻ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലേ, അതിലേക്ക് അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതാണ് ഒരാൾ ഏറ്റവും നല്ല ജീവിത വിജയം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടം വേറെ, നമ്മുടെ ജോലി വേറെ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും നല്ലതല്ലേ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജോലിയിൽ നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു ഉപദേശം എന്നുള്ള രീതിയിലാണ് ഈ കഥ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കഥ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നേരത്തെ മിസ്റ്റീരിയസ് പിക്ചറിലെ പോലെ തന്നെ ഈ കഥയുടെയും ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കാം. ഇതിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ മക്കളെ അധികം ചോദ്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ചോദ്യം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഒരു ചോദ്യം വന്നിരിക്കുന്ന ഒരു ലെറ്ററാണ്. ഒരു ലെറ്റർ ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ 2022 ഒരു നരേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മുന്നെങ്കും വേറെ ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് വന്നിട്ടുള്ള നരേഷൻ ആണല്ലോ, അതുപോലെ ലെറ്റർ ആണല്ലോ. അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നരേഷൻ പഠിക്കാനായിട്ടോ ഇതിനകത്ത്. നോക്ക് എന്താ നരേഷൻ. ഇഫ് യു ആർ ദ ബോയ്, യു ആർ ദ യങ് ബോയ്, ഹൗ വുഡ് യു ടെൽ ദ സ്റ്റോറി? നിങ്ങളാണ് ആ കുട്ടിയെങ്കിൽ എങ്ങനെ നിങ്ങൾ ആ കഥ പറയും? അതുപോലെ തന്നെ ആഫ്റ്റർ ദ ഇൻസിഡന്റ് ദ ബോയ് റിട്ടേൺ ബാക്ക് ടു ഹിസ് വില്ലേജ്, ഹൗ വുഡ് ഹി ടെൽ ദ സ്റ്റോറി ടു ഹിസ് പാരന്റ്സ്? ഇവൻ വീട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം അച്ഛനമ്മമാരോട് ഈ കഥ പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അതും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നരേഷന്റെ ടിപ്സ് നിങ്ങൾ അറിഞ്ഞാണല്ലോ. എന്തൊക്കെയാണ് നരേഷൻ എന്ന് പറഞ്ഞാൽ? വിവരണമാണ്. കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിലാണ് നിങ്ങൾ വിവരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ എഴുതുക. നിങ്ങൾ കഥാപാത്രമാണെന്ന് വിചാരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം കഥാപാത്രത്തിൽ എന്താ നിങ്ങൾ പറയുമ്പോൾ ഐ മീ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക കേട്ടോ. കാരണം കഥാപാത്രമാണല്ലോ, ആ ഒരു ബോയ് ആണല്ലോ. അപ്പൊ അവൻ ആ രീതിയിലേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ പറയാം. ഇനിയൊരു ചോദ്യം അത് ഞാൻ പറഞ്ഞില്ല, ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ ചോദ്യമാണ്. റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. എന്താണ് റീഡിങ് കോംപ്രിഹെൻഷൻ? മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും?
ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെപ്പറ്റി ഒരു 3-4 ചോദ്യങ്ങൾ അടി തരല്ലേ, അതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതുക എന്നുള്ളത്. അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ദാ ഈ കഥയിൽ നിന്ന് അതാണ് വന്നിട്ടുള്ളത് പിന്നീട്. അപ്പൊ എന്താണ്, 2 പാരഗ്രാഫ് ഈ കഥയിലെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻസിലെ പാരഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവനെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കുന്നതും അവൻ മറ്റൊരു അമ്പലത്തിൽ ചെന്ന് കയറുന്നതാണ് കേട്ടോ. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന 3-4 ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഉത്തരങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഓൾഡ് പ്രീസ്റ്റ് ഗിവ് ദ ബോയ്? ആ ഓൾഡ് പ്രീസ്റ്റ് അവർ കൊടുത്ത അഡ്വൈസ് എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസ്, കീപ് ടു സ്മോൾ. അതല്ലേ, കൃത്യമായിട്ട് നോക്കിക്കിട്ട് മനസ്സിലാക്കും കേട്ടോ. ദ വൈ വാസ് ദ ബോയ് അഫ്രൈഡ് ടു ഗോ ടു ഹിസ് പാരന്റ്സ്? എന്തുകൊണ്ട് അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് പോകാൻ മടിച്ചു കേട്ടോ? He felt sure his father would punish him for having been disobedient to the priest. എന്താണ്, പ്രീസ്റ്റിനെ അനുസരിക്കാതിരുന്നത് കാരണം പുറത്താക്കിയതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് പണിഷ്മെന്റ് കിട്ടും. ഇത് പേടിച്ചിട്ടാണ് അവൻ പോവാതിരുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ വിച്ച് സെന്റൻസസ് ടെൽ യു ദാറ്റ് ദ ബോയ് വാസ് അൺഹാപ്പി ടു ലീവ് ദ ടെമ്പിൾ? അവൻ അമ്പലത്തിൽ നിന്ന് വിട്ടുപോകാൻ അവന് വിഷമമായിരുന്നു എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ആ സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങിയിരുന്ന ആദ്യത്തെ സെന്റൻസ് നോക്കിയേ. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി. അവൻ ആ ടെമ്പിൾ വിട്ടുപോയത് വളരെയധികം വിഷമത്തോടു കൂടിയാണ്. ആ സോറോഫുള്ളി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പൊ സോറോഫുള്ളി എന്നൊക്കെ ഉള്ള വാക്ക് അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രമല്ല, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് റിഫ്യൂസിംഗ് ടു ഒബേ റൂൾസ്. റിഫ്യൂസിംഗ് ടു ഒബേ റൂൾസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഏതാണ്, അല്ലെങ്കിൽ ആ അർത്ഥം വരുന്ന വാക്ക് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും ഇതുപോലെ തന്നെ പല വാക്കുകളുടെ അർത്ഥം പഠിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഇതിലെ പല വാക്കുകളുണ്ട്. ഇപ്പോ ഡിസൊബീഡിയന്റ് എന്ന വാക്കാണ് ഇതിന്റെ അർത്ഥം. ഡിസൊബീഡിയന്റ് എന്ന വാക്ക് കേട്ടോ. അപ്പോ ഈ പറഞ്ഞ പോലെ ഹാവിംഗ് ബീൻ ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞ ടു ദ പ്രീസ്റ്റ് കേട്ടോ. ഇതിനകത്ത് ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിഫ്യൂസിംഗ് ടു ഒബേ റൂൾസ് എന്നാണ്. അപ്പോ വാക്കുകളുടെ അർത്ഥം നന്നായിട്ട് പഠിച്ചിരിക്കണം ഇതുപോലുള്ള ക്വസ്റ്റിന്റെ ആൻസർ ചെയ്താൽ കേട്ടോ. അപ്പോ എന്തുകൊണ്ട് അവൻ വൈ ഡിഡ് ദ ബോയ് ഡിസൈഡ് ടു ഗോ ടു ദ ടെമ്പിൾ ഇൻ ദ നെക്സ്റ്റ് വില്ലേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് അകലെയുള്ള വില്ലേജിൽ അവിടെ കുറച്ച് ശാന്തി പൂജാരികളുണ്ട്. അവരാരെങ്കിലും തന്നെ അവരുടെ അക്വലേറ്റ് ആയിട്ട് ചിലപ്പോൾ എടുത്താലോ എന്ന് വിചാരിച്ചാണ് പോകുന്നത് കേട്ടോ. ലാസ്റ്റ് അതിന്റെ ഉത്തരവുണ്ട്. ഹി മേഡ് ഹിം ടു ഗോ ടു ദ ടെമ്പിൾ ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്വലേറ്റ് കേട്ടോ. അതിനു വേണ്ടിയാണ് അവൻ അമ്പലത്തിലേക്ക് പോകുന്നത്, ആ അബാൻഡൻഡ് ടെമ്പിളിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പറ്റണം കേട്ടോ. അതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ളത്. മിക്കവാറും ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാവുന്നുള്ളൂ. ഓരോരോ മാർക്ക് കിട്ടും കേട്ടോ. 4 മാർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാം. പ്രത്യേകം ഓർക്കേണ്ടത് ഈ കഥകളിലെ പ്രത്യേക വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം. കോൺവെർസേഷൻ വരുന്നുണ്ട്. കോൺവെർസേഷനിൽ എന്താണ് കോൺവെർസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്ന മക്കളെ, നിങ്ങൾ ഒരു 5 എക്സ്ചേഞ്ചുകളെങ്കിലും എഴുതിയിരിക്കണം. 5 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു കാര്യം പറയുന്നു, മറ്റേ ആൾ അതിന് ഉത്തരം പറയുന്നു, അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആയി. അടുത്ത് വീണ്ടും ഒരു കാര്യം പറയുന്നു, അതിനൊരു ഉത്തരം പറയുന്നു, 2 എക്സ്ചേഞ്ച് ആയി. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടോ. ഇത് കുറഞ്ഞത് എത്രയുണ്ട്? 5 എക്സ്ചേഞ്ചുകൾ ഉണ്ട് ഇല്ലേ. അപ്പോ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 5 എക്സ്ചേഞ്ച് വേണം. അതിൽ കൂടുതലാണ്ടോ വേണ്ടത്. അപ്പോ ഇത്രയെങ്കിലും ഒരു കോൺവെർസേഷനിൽ വേണം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി ഇത് ഈ കഥയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം വരാൻ സാധ്യത ഉള്ളത് കേട്ടോ. ഇനി വരാൻ സാധ്യത ഉള്ളത്, ഇത് ചോദിച്ചിട്ടില്ല പക്ഷെ അതിന് സാധ്യതയുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ്. ഇവന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പഠിക്കാം. അപ്പോ ഒരു ജാപ്പനീസ് കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് അല്ലേ, നമുക്കറിയാവുന്ന അവനെ പറ്റി കുറെ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. ക്യാരക്ടർ സ്കെച്ചിന്റെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. റിട്ടേൺ ബൈ വേണമെന്നില്ല, കാരണം അത് എഴുതിയതാണെന്ന് അറിയില്ല കേട്ടോ. ഇനി അവന്റെ പ്രത്യേകതകളൊക്കെ എഴുതുക, അവൻ എങ്ങനത്തെ കുട്ടിയാണെന്ന് എഴുതുക. അതുപോലെ അവന്റെ പേഴ്സണാലിറ്റി എന്താണ്, അവന്റെ സ്വഭാവം എന്താണ്, കാറ്റ്സിന് വരക്കുന്ന സ്വഭാവമൊക്കെ ഇല്ലേ, അതൊക്കെ പറയാം. വാട്ട് ഡസ് ദ ക്യാരക്ടർ ഡു ഇൻ ദിസ്, ആ കഥയിൽ എന്താണ് അവൻ ചെയ്തു കൂട്ടുന്നത്, ആ കാര്യങ്ങൾ കൂടെ വിവരിക്കുക. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. അപ്പോ ഇനി നമുക്ക് ഇതിനകത്ത് എ ലെവൽ ബി ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. എ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എന്താണ്, നറേറ്റീവ്, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. ഇനി ബി ലെവൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? അതിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ഒരു ഡയറി എഴുതാൻ പറയും കേട്ടോ. ഡയറി എഴുതുന്ന ഫോർമാറ്റ് ഞാൻ പറയാം, അടുത്തടുത്ത ചാപ്റ്ററുകൾ വരുന്നുണ്ട്. കോൺവെർസേഷൻ കേട്ടോ. കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞ പോലെ കുറഞ്ഞത് ഒരു 5 എക്സ്ചേഞ്ച് എങ്കിലും കോൺവെർസേഷനിൽ വേണം കേട്ടോ. സി ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടീസ് ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചെന്ന് വരും കേട്ടോ. അപ്പൊ മക്കളെ, ഇതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോ നമ്മൾക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്താം. എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് താജ്മഹൽ എന്ന് പറയുന്ന ഒരു പോയമാണ്, അത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ചാപ്റ്റർ നമ്മുടെ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇത് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, ബൈ.